Hello friends, welcome to Shahanas recipes. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നെയ്മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ മഴക്കാലത്ത് മീൻ പൊള്ളിച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നെയ്മീൻ എങ്ങനെയാണ് പൊള്ളിച്ചെടുക്കുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇതിനാദ്യം മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 പീസ് നെയ്മീനാണ്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എരിവ് കുറവായിരിക്കും, പക്ഷേ നല്ല കളർ ഉണ്ടാവും. ഇനി അതിലേക്ക് ഞാൻ 1 നാരങ്ങ നീരാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. അത്യാവശ്യം നല്ല നീരുള്ള നാരങ്ങ ഒരെണ്ണം പിഴിഞ്ഞൊഴിക്കാം. ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ നാരങ്ങ നീരിലാണ് ആ ഒരു മസാല പിടിച്ച് വരേണ്ടത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മീനിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഒന്ന് പുരട്ടിയെടുക്കണം. ഇനി ഇതൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു മീഡിയം സൈസ് ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് തക്കാളിയാണ് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം പഴുത്ത തക്കാളിയാണ്, ഒരു മീഡിയം സൈസ്, അത്യാവശ്യം വലുപ്പത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തു. ഇനി ഞാനൊരു 10 അല്ലി ചെറിയുള്ളിയാണ്. ഇതിപ്പോൾ അത്യാവശ്യം വലിയ ചെറിയുള്ളി ആയതുകൊണ്ട് ഞാൻ 10 എണ്ണം എടുത്തു. ചെറുതാണെങ്കിൽ ഒരു 15 എണ്ണം വരെ എടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം ഞാനത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത്ര പേസ്റ്റല്ല, എന്നാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കണം. ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്യാം. നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കരുത്. അത്യാവശ്യം ഒരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരു വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 5 മിനിറ്റ്സ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വശം ഫ്രൈ ചെയ്യുക. അത് കഴിഞ്ഞൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സ് വെച്ച് അടുത്ത വശം കൂടി ഫ്രൈ ചെയ്താൽ ഈ മീൻ നന്നായി വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ മീൻ നന്നായി വെന്തിട്ടുണ്ട്. 2 വശവും നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പൊള്ളിക്കാൻ ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒഴിച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. അതിലേക്ക് ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലാണ് ആദ്യം ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിടുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം അത് പച്ച അരപ്പായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ അതിങ്ങനെ പൊട്ടി തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം അത് ഒഴിക്കാനായിട്ട്. തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് ഒഴിക്കാൻ. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് തീ ആക്കിയതിന് ശേഷം നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിലേക്ക് ഞാൻ ഇട്ടിരിക്കുന്നത് എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണാണ്. ഇനി ഞാൻ ഇട്ടിരിക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇത് നമ്മൾ അരച്ചെടുക്കാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊടികളുടെ ഇതുകൂടി അരച്ച് കഴിഞ്ഞാൽ ഒരു പച്ചമണം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ പൊടികൾ അതിൻ്റെ കൂടിയിട്ട് അരച്ചെടുക്കാതിരുന്നത്. ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും അത്യാവശ്യം മറ്റേ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇടണം. ഇനി ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഗരം മസാലയൊന്നും ഇടരുത്. മീനായതുകൊണ്ട് തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നന്നായിട്ടൊന്ന് ഇരുന്ന് വെന്താൽ മാത്രമേ അതിൻ്റെ നല്ലപോലെ പച്ചമണമൊക്കെ മാറി നല്ലൊരു ഫ്ലേവറിലേക്ക് വരുള്ളൂ. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഇതൊക്കെ മാറി വരണം.
ഇപ്പോൾ ഈ അരപ്പ് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ കൊടംപുളി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കൊടംപുളി അല്ലിയാക്കിയിട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്നതാണ്. ഇതും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഒരുപാട് പുളി ചേർക്കരുത്, ചെറിയ പുളിയാണ്. വലിയ അല്ലിപ്പുളിയാണെങ്കിൽ ഒരു വലിയ അല്ലിപ്പുളി ആവശ്യമായിട്ടേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. നമ്മൾ ഓൾറെഡി നല്ല എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അരപ്പിന് അധികം കളറൊന്നുമില്ല. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പിന് നല്ല കളറൊക്കെ വരും, എരിവും ബാലൻസ്ഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം നല്ലപോലെ വറ്റണം. അതിനുവേണ്ടി നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വളരെ ചെറിയ തീയിൽ ഒന്ന് അടച്ചു വയ്ക്കാം. ഈ സമയത്ത് ഇപ്പോൾ നല്ലപോലെ ഞാൻ 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി മീനിൽ ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഇതിന് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ കുറച്ച് അരപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. ഇപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. തീരെ വെള്ളമൊന്നുമില്ല, കളറൊക്കെ മാറി, പച്ചമണമൊക്കെ മാറി, നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. കൊടംപുളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ സ്മെല്ല് വന്ന് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇത് പൊള്ളിച്ചെടുക്കണം. പൊള്ളിച്ചെടുക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അലൂമിനിയം ഫോയിലാണ്, അലൂമിനിയം ഫോയിൽ പേപ്പറാണ്, ഒരു ചെറിയ കഷ്ണം. എനിക്കിവിടെ അധികം വാഴയിലൊന്നും കിട്ടാനില്ല, അതുകൊണ്ടാണ് ഞാൻ അലൂമിനിയം. പിന്നെ അതിനേക്കാട്ടിലും എനിക്ക് കിട്ടിയത് ഒരു ചെറിയൊരു വാഴയിലായിരുന്നു. അപ്പോൾ എനിക്കിത് 2-3 മീനുള്ളത് കൊണ്ട് ഞാൻ അത് മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മടക്കി വെക്കാനുള്ള വാഴയില കിട്ടിയില്ല. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പിട്ട് കൊടുക്കാം. പക്ഷേ എനിക്ക് അലൂമിനിയം ഫോയിലിൽ ഇത് പൊള്ളിച്ചെടുക്കുന്നതിനോട് താല്പര്യമില്ല. വലിയ ഇലയുള്ളവരൊക്കെ ഇലയിൽ പൊള്ളിച്ചെടുക്കുക. ഇനി ഇലയൊന്നും കിട്ടാൻ കുറവുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യാം. അപ്പോൾ അലൂമിനിയം ഫോയിലിൻ്റെ ഇത് നമ്മുടെ മീനിലേക്ക് പിടിക്കത്തുമില്ല. നമുക്ക് നല്ല രീതിയിൽ അത് ഫോൾഡ് ചെയ്ത് പൊള്ളിച്ചെടുക്കാനും പറ്റും. ഇനി നമ്മൾ അതിലേക്ക് ആ മീൻ വെച്ച് കൊടുക്കണം. ഇനി മീനിൻ്റെ മുകളിൽ അരപ്പ് നല്ലപോലെ തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു കഷ്ണം വാട്ടിയ ഇല കൂടി വെച്ച് കൊടുക്കാം. സാധാരണ ഇല നന്നായി കഴുകിയതിന് ശേഷം സ്റ്റൗ ടോപ്പിൻ്റെ മുകളിൽ വെച്ച് വാട്ടിയെടുത്താണ്. ഇനി ഇത് നല്ലപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ആവിയൊന്നും കയറാത്ത തരത്തിൽ നല്ലപോലെ നമുക്ക് ഈ അലൂമിനിയം ഫോയിലാണെങ്കിൽ നല്ലപോലെ അത് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അലൂമിനിയം ഫോയിലിലേക്ക് നമ്മുടെ മീനിന് ഡയറക്റ്റ് കോണ്ടാക്റ്റും ഇല്ല, ഇലയിലാണ് അത് പൊള്ളിച്ച് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പൊള്ളിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു അടി കട്ടിയുള്ള ഒരു പരന്ന പാൻ, തവ എടുക്കാം, പരന്ന പാൻ എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളത് കോക്കനട്ട് ഓയിൽ തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ ഒഴിക്കാതെ ഫോയിൽ പേപ്പർ അകത്ത് വെക്കാൻ പാടില്ല. ഇത് വെച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇത് അടച്ച് വെക്കണം, തുറന്ന് വെക്കരുത്. ഇതൊരു നല്ല ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്യണം. അതിനുശേഷം നമുക്കതൊന്ന് മറിച്ചിട്ട ശേഷം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ടോട്ടൽ 20 മിനിറ്റ്സ് നമുക്ക് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ മീനിലേക്ക് ആ മസാലയൊക്കെ നല്ലോണം പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ പാനിൽ നിന്ന് അത് മാറ്റാം. ഇപ്പോൾ നന്നായി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ 20 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. ഇത് നന്നായി പൊള്ളിച്ച് വരും, അരപ്പൊക്കെ നന്നായി പിടിക്കും. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരിക. കഴിക്കാൻ ഇങ്ങനെ കൊതി തോന്നുന്ന ഒരു സ്മെല്ലാണ് ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുക. ഇത് കാണുന്ന പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നെയ്മീനൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് പൊള്ളിച്ച് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യണം, ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.